ഇന്ന് ദച്ചുവിൻ്റെ പ്രീ ബർത്ത്ഡേ ഫോട്ടോഷൂട്ടാണ്. അപ്പോൾ ദച്ചുവിൻ്റെ അമ്മയും അച്ഛനും വന്നിട്ടുണ്ട്, കൂടെ ഞങ്ങളുടെ അനിയനും ഉണ്ട്. ഞാൻ ഓൾറെഡി നേരത്തെ തന്നെ എത്തിയിരുന്നു, കാക്കനാടായിരുന്നു. അപ്പോൾ ഇതാണ് ദച്ചുവിൻ്റെ ഫസ്റ്റ് കോസ്റ്റ്യൂം എന്ന് പറയുന്നത്. എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ട കോസ്റ്റ്യൂമാണ്. ഈ പുള്ളിക്കാരിയാണ് ഫോട്ടോ എടുത്തത്. നമുക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു ദച്ചു കരയോ എന്നൊക്കെ, പക്ഷേ ദച്ചു പുതിയ സ്ഥലവും പുതിയ കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യായിരുന്നു. കുറേ പ്രോപ്സൊക്കെ കിട്ടിയപ്പോൾ അവൻ നല്ല ഹാപ്പി മൂഡായിരുന്നു. അത് കഴിഞ്ഞ ശേഷം നമ്മൾ നെക്സ്റ്റ് കോസ്റ്റ്യൂമിലേക്ക് മാറി. നെക്സ്റ്റ് എന്ന് പറയുന്നത് ടൈഗറാണ്. ദച്ചുവിന് ഏറ്റവും ഇഷ്ടമുള്ള ആനിമൽ ടൈഗറാണ്. ദച്ചുവിന് പൊതുവെ ആനിമൽ സൗണ്ടും ആനിമൽസിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ഈ ഒരു ചെയറിലെത്തി. ഈ ചെയർ നമുക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് ദച്ചു ഈ ഒരു ചെയറിലിരിക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ നല്ല ഹാപ്പി മൂഡിൽ നല്ല പോസൊക്കെ തന്ന് നല്ല ചില്ല് ചെയ്തിരിപ്പുണ്ടായിരുന്നു. നമ്മളതിൻ്റെ കൂടെ നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത് അവനെ ചിരിപ്പിക്കുക എന്നതാണ്. അത് കഴിഞ്ഞ ശേഷം ദച്ചുവിനൊരു സൈക്കിൾ കിട്ടി. സൈക്കിളിലും അവൻ അതേ ഹാപ്പി തന്നെയായിരുന്നു. നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റി. സൈഡിൽ നമ്മൾ ടൈഗർ സൗണ്ടൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതും അത്യാവശ്യം അവൻ നല്ല രീതിക്ക് തന്നെ നമ്മളോട് സഹകരിച്ച്. അത് കഴിഞ്ഞ് ദച്ചുവിനൊരു ബ്രേക്ക് എടുത്തു. ദച്ചുവിന് കുറച്ച് ആനിമൽസിനെയും ബേർഡ്സിനെയൊക്കെ പറഞ്ഞു കൊടുത്തു. അവന് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയൊക്കെ കാണുന്നതും കേൾക്കുന്നതും. കുറച്ച് കാമായിട്ട് അവന് നല്ല മൂഡിലിരിക്കുമ്പോൾ അവനത് ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ പറയുന്നതും കേൾക്കാൻ. അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഈ ഒരു ഡ്രസ്സിലേക്ക് മാറി. ഇവനെ ഓരോ പ്രോപ്സ് എടുക്കാൻ വേണ്ടി ഓടുന്നതാണ്. പക്ഷെ നമ്മൾ പിടിച്ചുകൊണ്ട് വന്ന് വീണ്ടും ഡ്രസ്സ് ഇടിപ്പിച്ചു. എന്നിട്ട് വീണ്ടും നമ്മൾ ഫോട്ടോ എടുക്കാനായിട്ടുള്ളൊരു ടീമിലേക്ക് പോയി. അപ്പോഴും നമ്മളെ ഡ്യൂട്ടി എന്ന് പറയുന്നത് നമ്മളവനെ എൻകറേജ് ചെയ്യിപ്പിക്കുക, ചിരിപ്പിക്കുക എന്നാണ് നമ്മളുടെ ടാസ്ക്. അവൻ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെയായിരുന്നു ഫോട്ടോസിനൊക്കെ പോസ്റ്റ് ചെയ്തത്. ഉറക്കത്തിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു, പക്ഷേ പുള്ളി കരയാതെയൊക്കെ അവൻ നന്നായിട്ട് മാക്സിമം അവൻ പോസ്റ്റൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ ശേഷം ഈ ഒരു കോസ്റ്റ്യൂമിലേക്ക് പോയി. ഈ ഒരു കോസ്റ്റ്യൂം എന്ന് പറയുന്നത് ഒരു ഫാമിലി പിക്ക് എടുക്കാനുള്ള ഒരു കോസ്റ്റ്യൂമാണ്. അത്യാവശ്യം നല്ല പിക്ക് തന്നെയായിരുന്നു കിട്ടിയിരുന്നത്. എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടപ്പെട്ട തീമായിരുന്നു. ഇവരുടെ കളർ കോമ്പിനേഷനും ഈ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടും ഈ ഒരു ഫോട്ടോസൊക്കെ കാണാൻ എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു. ഞാൻ വേണമെങ്കിൽ ഫോട്ടോസ് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ചേച്ചീൻ്റെ ഇൻസ്റ്റ ID കൊടുക്കാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കാണാം, കാരണം ഫോട്ടോസ് എൻ്റെ കയ്യിലില്ല. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കാണാം. അത് കഴിഞ്ഞിട്ട് കേക്കിൻ്റെ ഫോട്ടോ എടുക്കാനായിട്ട് പോയി. ആദ്യമായിട്ടാണ് ദച്ചു കേക്ക് കൈകൊണ്ട് തൊടുന്നത്. അതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. നമ്മളെ പ്രതീക്ഷകളെല്ലാം തെറ്റി. നമ്മൾ വിചാരിച്ചത് അവൻ കേക്കൊക്കെ വാരി തറയിലൊക്കെ വിടുമെന്നാണ്, പക്ഷേ ഇല്ല, അവൻ കരയാൻ തുടങ്ങി. ആദ്യം അവൻ്റെ അമ്മ വന്നു ആശ്വസിപ്പിക്കാൻ. അമ്മയുടെ കയ്യിലും നിന്നില്ല, അച്ഛൻ്റെ കയ്യിലും അവൻ നിന്നില്ല, എൻ്റെ കയ്യിലൊട്ടും നിന്നില്ല. അവസാനം നമ്മൾ അവനെ കൂടുതൽ കരയിപ്പിക്കാതെ അവനെ ബാക്ക് ടു ഹോമിലേക്ക് പോകാം എന്നുള്ളൊരു തീരുമാനത്തിലെത്തി. ഫോട്ടോസെല്ലാം അത്യാവശ്യം കിട്ടിക്കഴിഞ്ഞു. അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. നമ്മളിനി പോകുന്നത് ഫുഡ് കഴിക്കാനായിരിക്കും. ഫുഡ് കഴിക്കാൻ അരിപ്പയിലാണ് പോകുന്നത്. അവിടെ ചേട്ടനും അനിയനും ചിക്കൻ ആൻഡ് ബീഫ് ബിരിയാണിയാണ് പറഞ്ഞത്. ഞങ്ങൾ സദ്യയാണ് പറഞ്ഞത്. ഫുള്ള് ടയേർഡായിരുന്നു. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിഞ്ഞ് പതിയെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ബൈ ഗൈസ്.